ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞതിനകത്ത് അറിയാതെ തങ്ങളുടെ പക്ഷം ഏതാണ്, തങ്ങളുടെ എതിർപക്ഷത്തുള്ള സമൂഹങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെ വരുന്നുണ്ട്. ഇത് പലപ്പോഴും ബി ജെ പിയുടെ നേതാക്കൾ പ്രസംഗിക്കുമ്പോഴൊക്കെ അറിയാതെ വരുന്നുണ്ട്. അപ്പുറത്തെ വശത്ത് നിൽക്കുന്നവർ ആരാണ് എന്നവർ പറഞ്ഞു പോകുന്നത്, കോൺഗ്രസ് ആരുടെ കൂടെയാണ്, ഇടതുപക്ഷം ആരുടെ കൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഭാഷയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ആണ് ഒരു തരത്തിൽ രാഹുൽ ഗാന്ധിയെ പോലും വയനാട്ടിൽ കൊടിയെടുപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ഇടയാക്കിയത്. ഇതാ ഇപ്പോൾ റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. വയനാട്ടുകാരോട് പറഞ്ഞിട്ട് പോകണമായിരുന്നു എന്നാണ് LDFിൻ്റെ വിമർശനം. അത് പറയാതെ രാഹുൽ ഗാന്ധി കാത്തിരുന്ന് ഇന്നത്തെ ദിവസം അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തെറ്റായിപ്പോയോ? അതിനു മുമ്പ് ആദ്യം ഡോക്ടർ ലാൽ ഈ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയസൂര്യൻ്റെ പരാമർശത്തെക്കുറിച്ച്. ബഹുമാനപ്പെട്ട ജയസൂര്യൻ കേരളത്തിൻ്റെ മണ്ണിലിരുന്ന് ഈ മുസ്ലിം വർഗീയത പറയേണ്ടതില്ല. കാരണം കേരളം അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു മതേതര മനസ്സുണ്ട്. ഇവൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പോലും അങ്ങേക്കൊരു പുച്ഛമുണ്ട്. പച്ചക്കൊടിയോട് ഭയങ്കര പുച്ഛവും ദേഷ്യവുമുണ്ട്. അത് കേരളക്കാർ, മലയാളികൾ ആ അഭിപ്രായത്തോട് പൊതുവേ ഈവൻ BJPക്കാർ പോലും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നരേന്ദ്രമോദി പറയുന്നത് ഇപ്പോഴും മുസ്ലിമാണ്. നിങ്ങളുടെ വീട്ടിൽ 2 എരുമകളുണ്ടെങ്കിൽ അത് ഒന്നിനെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കും. ഇത്തരം കാര്യങ്ങളല്ലേ. പാകിസ്ഥാനോട് ഭയങ്കര ദേഷ്യം. അത് വേറൊരു രാജ്യമായിട്ട് പോയ രാജ്യമാണ്. അവരവിടെ കിടന്നോട്ടെ. അവരുമായിട്ട് എന്തിനാ കോൺഗ്രസിനെ ബന്ധിക്കുന്നേ? ഞാൻ പറയട്ടെ, പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം ഇന്ത്യക്ക് ഭീഷണിയായപ്പോൾ ആ രാജ്യത്തെ 2ആയിട്ട് വെട്ടിമുറിച്ച ഒരു നേതാവുണ്ട്. ഇന്ദിരാഗാന്ധി എന്നാണ് പേര്. കോൺഗ്രസിൻ്റെ നേതാവാണ് ബഹുമാനപ്പെട്ട ജയസൂര്യൻ. കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ 2ആയിട്ട് വെട്ടിമുറിച്ചത്. ഒരു ചരിത്രമാണ്. ചരിത്രം മറക്കരുത്. കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ സ്വീകരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് പച്ചക്കൊടി അവരുടെ ഔദ്യോഗികമായ കൊടിയാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള ഒരു പാർട്ടിയാണ്, അംഗീകാരം കിട്ടിയ ഒരു പാർട്ടിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച കൊടിയാണത്. ആ കൊടി പറപ്പിച്ചതിനാണ് നിങ്ങൾ അത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞ് പരിഹസിച്ചത്, ആരോപിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് ആവർത്തിക്കാതിരിക്കാൻ, അങ്ങനെ ഒരു ആരോപണം ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പച്ചക്കൊടി ഉപേക്ഷിച്ചത്. എന്ന് കരുതി മുസ്ലിം ലീഗിൻ്റെ കൊടി പച്ചക്കൊടി ആകാതിരിക്കുന്നില്ല. അത് അംഗീകരിക്കപ്പെട്ട കൊടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, IUML. എത്രയോ വർഷമായി കേരളത്തിൽ ഭരണം പങ്കിടുന്ന പാർട്ടിയാണ്. കോൺഗ്രസിനോടൊപ്പം ഭരണം പങ്കിടുന്ന പാർട്ടി, CPMനോടൊപ്പം ഭരണം പങ്കിടുന്ന പാർട്ടി. അങ്ങനെ നമ്മൾ പുച്ഛിക്കേണ്ട കാര്യമില്ല കേരളത്തിലിരുന്ന്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ജയസൂര്യൻ, ഇപ്പോഴും നിങ്ങൾക്ക് ഈ മുസ്ലിം വിരോധമല്ലേ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രധാന രാഷ്ട്രീയ അജണ്ട? ഇന്നും അതല്ലേ? ഉത്തരേന്ത്യയിൽ മുസ്ലിം വിരോധം പറഞ്ഞെങ്കിലേ BJPക്ക് വോട്ട് കിട്ടുമോ എന്നതല്ലേ അതിൻ്റെ അർത്ഥം? കേരളത്തിൽ അങ്ങനെ മുസ്ലിം വിരോധം പറയണ്ട. കേരളത്തിൽ പച്ചക്കൊടി അങ്ങനെ പുച്ഛിക്കേണ്ട. കേരള ജനതയൊന്ന് വേറെയാണ്. കേരള സമൂഹം ഒന്ന് വേറെയാണ്. മലയാളിയുടെ മനസ്സൊന്ന് വേറെയാണ്. അത് ഓർക്കണം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി, സാധാരണഗതിക്ക് ദേശീയ നേതാക്കന്മാർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ 2 സീറ്റുകളിലൊക്കെ മത്സരിക്കുക പതിവാണ്. മുമ്പൊക്കെ അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി രണ്ടാമത് വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചത് വയനാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുപോയതുകൊണ്ട്. അതിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ദേശീയ രാഷ്ട്രീയമുണ്ട്. ആ തീരുമാനത്തിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അത് വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ചൊരു അനീതിയായിപ്പോയി എന്നാണ് ഇടതുപക്ഷം യോജിക്കുന്നത്. ആ വാദഗതിയോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് റായ്ബറേലി കൂടി
തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം നേരത്തെ പറയേണ്ടിയിരുന്നു, ഇപ്പോഴെങ്കിലും പറയേണ്ടിയിരുന്നു, അത് പറഞ്ഞിട്ടില്ല. അതിനകത്തൊരു അപാകതയുണ്ടെന്ന് മാത്രമേ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ. ജേക്കബ് ജോർജ്, അതിനകത്ത് ഇപ്പോൾ വയനാട്ടിൽ മത്സരിച്ച് അതിനുവേണ്ടി കൊടുത്ത സമയം അത്രയും അദ്ദേഹത്തിന് വടക്കേ ഇന്ത്യയിലെ ഒരു സീറ്റിനെക്കുറിച്ചോ അവിടെ മത്സരിക്കുന്നതിനെക്കുറിച്ചോ അതിൻ്റെ ഊർജം ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നതിനെക്കുറിച്ചോ അദ്ദേഹത്തിന് പറയാനായില്ല. അതിനുവേണ്ടി അദ്ദേഹത്തിന് ചിലവാക്കാനായില്ല. ഒരു വലിയ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഇപ്പോൾ റായ്ബറേലിയിലേക്ക് മത്സരിക്കാൻ വരുന്നു. അത് തന്നെ നോക്കൂ, ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയത്തിൻ്റെ അവസാന നിമിഷം വരെ കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി. അമേഠിയിൽ മത്സരിക്കണോ റായ്ബറേലി വേണോ എന്നുള്ള തർക്കങ്ങൾക്കൊടുവിൽ അവസാനം റായ്ബറേലി തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇനി 2 ആഴ്ച മാത്രമാണ് അവിടെ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്, വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. ഈ സമയം കൊണ്ടൊക്കെ ഈ പ്രതീക്ഷിച്ച രീതിയിലേക്ക് ഉള്ള മുന്നേറ്റം ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്കെതിരെ നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സമയമുണ്ടോ? അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രചാരണ പരിപാടിയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണല്ലോ അദ്ദേഹം മത്സരിക്കുന്നത്. പക്ഷേ ആ പ്രചാരണ പരിപാടിയിൽ എനിക്കതിനകത്ത് ഒരു വ്യത്യസ്ത അഭിപ്രായമുള്ളത്, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രചാരണ മിഷനറി വേണ്ടവണ്ണം ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നേരത്തെ ഇവിടെ നമ്മുടെ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ലാലിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു. പിണറായി വിജയനെ മോഡി എന്താണ് ജയിലിലിടാത്തത് എന്നുള്ള ചോദ്യം. ഒരിക്കലും ഒരു ദേശീയ നേതാവിന് അങ്ങനെ ഒരു സംസ്ഥാനത്ത് വന്നിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയം ഇവിടെ പറയാം. ദേശീയ രാഷ്ട്രീയം ഇഷ്ടംപോലെ പറയാനുണ്ടല്ലോ കോൺഗ്രസ്സിന്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിലൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവിടെ 20 സീറ്റുണ്ടെങ്കിൽ ആ 20 സീറ്റും BJPക്കെതിരെ ഡൽഹിയിൽ പാർലമെൻറ്റിൽ പൊക്കേണ്ട കൈകളാണ് 20 പേരും. ആ സത്യം അടിസ്ഥാനമായിട്ട് നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആ ചോദ്യം ചോദിച്ചത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിച്ചത് അങ്ങേയറ്റം തെറ്റായിപ്പോയി. രാഷ്ട്രീയമായിട്ട് ഒട്ടും ശരിയല്ല ആ കാര്യം. അതിന് പിണറായി വിജയൻ നല്ല മറുപടിയും കൊടുത്തല്ലോ. എന്താ, താങ്കളുടെ മുത്തശ്ശി അടിയന്തരാവസ്ഥക്കാലത്ത് എന്നെ 1.5 വർഷമാണ് ജയിലിൽ പിടിച്ചിട്ടതെന്ന്, ജയിൽവാസം ഞങ്ങൾക്ക് ഒരു പുത്തിരി അല്ല എന്നും പറഞ്ഞല്ലോ. അത് കേൾക്കേണ്ടി വരികയും ചെയ്തു രാഹുൽ ഗാന്ധിക്ക്. അത് തീർച്ചയായിട്ടും അദ്ദേഹം പറയരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദേശീയ തലത്തിൽ കുറച്ചും കൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രചാരണ രംഗത്ത് നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലി സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും കോൺഗ്രസിന് ഭൂഷണം എന്ന് ഞാൻ കരുതുന്നു.